ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിജീസ് ലെക്ചറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ആദ്യമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അവരുടെ ഒരു കമ്പനി ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ആദ്യ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നോക്കൂ, ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം ഏറ്റവും വലിയ ബേസാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ബേസിൽ വെച്ചാണ് നമ്മളിങ്ങനെ കെട്ടി മുകളിലേക്ക് പോകാനായിട്ട് പോകുന്നത്, നമ്മുടെ കണ്ടന്റ്. അപ്പോൾ എല്ലാവരും കൃത്യമായി എന്ത് ചെയ്യണം, ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ക്ലാസ് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, ബ്രിട്ടീഷ് ആധിപത്യം, നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാകുവാനായിട്ട് രണ്ട് കാര്യങ്ങളാണ്, അതായത് രണ്ട് രീതികളിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. രണ്ട് രീതികളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെ രീതിയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്? ഒന്ന്, യുദ്ധമാണ്. യുദ്ധത്തിലൂടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ മേഖലകളും ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പം യുദ്ധത്തിലൂടെ ഒരുപാട് മേഖലകൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ്. അപ്പം അതിൽ യുദ്ധം ബ്രിട്ടീഷ് ആധിപത്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവര് ചെയ്ത ആദ്യ ഒരു മാർഗം എന്ന് പറയുന്നത് യുദ്ധമാണ്. യുദ്ധത്തിൽ തന്നെ പ്ലാസി ബക്സാർ യുദ്ധം നമുക്ക് പഠിക്കുവാനുണ്ട്. പ്ലാസി ബക്സാർ യുദ്ധം. ഈ പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെ ഈ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച സ്ഥലം ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ബേസൊക്കെ ഞാൻ തരാം. ഇനി മറ്റൊരു യുദ്ധമാണ് മൈസൂർ കലാപം. മൈസൂർ കലാപത്തിലൂടെ ഏത് സ്ഥലമാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്? മൈസൂരാണ്, അല്ലേ? അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. പിന്നെ മറാഠ കലാപം, മറാഠ എന്ന മേഖല ബ്രിട്ടീഷുകാർ അവരുടെ കൈക്കലാക്കുകയാണ്, അവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് മറാഠ കലാപത്തിലൂടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളിലൂടെ ഒട്ടുമിക്ക മേഖലകളൊക്കെയും ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നു, അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇനി രണ്ടാമത്, ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിക്കാനായി അവർ രണ്ടാമത് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണത്തിലൂടെ ഒരുപാട് മേഖലകൾ ബ്രിട്ടീഷ് എന്ത് ചെയ്യാണ്, കൈക്കലാക്കുകയാണ്. ആ സ്ഥലങ്ങളിൽ നിയമനിർമ്മാണത്തിലൂടെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഈ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുവാനുള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഏതൊക്കെയാണത്? ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥ എന്ന ഒരു നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണത്തിലൂടെ ഒരു മേഖല ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നു. നിയമനിർമ്മാണം എന്ന ഒരു നിയമനിർമ്മാണത്തിലൂടെ ബ്രിട്ടീഷുകാർ ഒരുപാട് മേഖലകൾ ആധിപത്യം സ്ഥാപിച്ചെടുത്തു. അതിലെ ഒന്നാമത്തെ നിയമനിർമ്മാണമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ ഒന്നാമത്തെ നിയമനിർമ്മാണമാണ് സൈനിക സഹായ വ്യവസ്ഥ. ഒന്നാമത്തെ നിയമനിർമ്മാണമാണ് എന്ന് പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഒരു മേഖല ബ്രിട്ടീഷ് പിടിച്ചെടുക്കുന്നു, അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇനി മറ്റൊരു നിയമനിർമ്മാണമാണ് ദത്തവകാശ നിരോധന നിയമം. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുന്നവര് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. എന്താണ് ഈ സംഭവം? ദത്തവകാശ നിരോധന നിയമം, എന്താണ് ദത്തവകാശ നിരോധന നിയമം, ഇതൊക്കെ എന്താ സംഭവം എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായി അവർ രണ്ട് രീതികൾ പ്രധാനമായിട്ട് കൈക്കൊണ്ടു. അതിലൊന്ന് യുദ്ധമാണ്. യുദ്ധത്തിലെ പ്ലാസി ബക്സാർ യുദ്ധം, മൈസൂർ കലാപം, മറാഠ കലാപം നമുക്ക് പഠിക്കാനായിട്ട് ഓരോന്നും എന്താന്ന് ഞാൻ പറയാം. പിന്നെ നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണത്തിലൂടെ സൈനിക സഹായ വ്യവസ്ഥ എന്ന നിയമനിർമ്മാണത്തിലൂടെ ഒരു മേഖല ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെയും അവരെന്ത് ചെയ്യുന്നു, മറ്റൊരു മേഖലയും ബ്രിട്ടീഷുകാർ
കൈക്കലാക്കുന്നു, അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും, സാറേ ഓക്കെ മനസ്സിലായി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് യുദ്ധവും നിയമനിർമ്മാണവുമാണ് അവർ മെയിനായിട്ട് എടുത്തത്. അതിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നു. അപ്പം നിങ്ങളുടെ സംശയം എന്താണ്, ഈ പ്ലാസി ബെക്സാർ യുദ്ധത്തിലൂടെ ഏത് സ്ഥലമാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ മൈസൂർ കലാപത്തിലൂടെ അവർ ഏത് മേഖലയാണ്, ഇന്ത്യയിലെ ഏത് സ്ഥലമാണ്, ഏത് മേഖലയാണ് അവർ കൈക്കലാക്കിയത്, മറാഠ കലാപത്തിലൂടെ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അവിടുത്തെ സംഭവം എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള ഒരു മാപ്പ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ജസ്റ്റ് ഇത് വലിയ ഇമ്പോർട്ടൻസ് അല്ല, ഞാൻ ആ ഒരു കഥ പോലെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പൊക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയിൽ സംസ്ഥാനങ്ങളില്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനമായിട്ടുള്ള ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, പിന്നെ ഇവിടെയായിട്ട് ബംഗ്ലാദേശ് ഉണ്ട് കേട്ടോ, ഇവിടെയായിട്ട് ബംഗ്ലാദേശ് ഉണ്ട്. അപ്പൊ ഈ ആസാമും ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയും, ആസാമും ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയും പിന്നെ ഈ ബംഗ്ലാദേശും, ഇത്രയും ചേരുന്ന ഈ ഒരു പ്രദേശത്തെ ആയിരുന്നു നമ്മൾ ബംഗാൾ എന്ന് പറഞ്ഞത്. ഇത്രയും ചേരുന്ന ഈ വലിയൊരു പ്രദേശത്തെയാണ്, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയാണ്, നിങ്ങളത് ഒന്ന് മനസ്സിലാക്കണേ. അപ്പൊ ഇത്രയും സംസ്ഥാനങ്ങൾ പിന്നെ ബംഗ്ലാദേശ്, ഈ ബംഗ്ലാദേശും കൂടെ ചേരുന്ന ഇത്രയും സ്ഥലത്തിനെ നമ്മൾ പറയുന്ന പണ്ട് പറഞ്ഞ പേരാണ് എന്ത്, ബംഗാൾ എന്ന്. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പോഴത്തെ ആസാമും ബീഹാറും വെസ്റ്റ് ബംഗാളും ഒഡീഷയും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിച്ച പേരെന്താണ്, ബംഗാൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ബംഗാൾ. ഞാൻ അതിനു മുമ്പേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച മേഖല ഏതാണ്? ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ആധിപത്യം സ്ഥാപിച്ചത് ഇന്ത്യയിൽ എവിടെയാണ്? അത് നമ്മുടെ ഈ ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ചത്. ഈ ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ച് അവരങ്ങ് തുടങ്ങുകയാണ് അവരുടെ ആധിപത്യം. ഇന്ത്യ ഒട്ടാകെ നിൽക്കുന്ന അവരുടെ ആധിപത്യം ആരംഭിക്കുന്നത് ബംഗാളിൽ നിന്നാണ്. അപ്പോൾ ബംഗാളിലാണ് അവർ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഈ ബംഗാൾ മേഖലയിൽ അവർ ആധിപത്യം സ്ഥാപിച്ചത്? അത് യുദ്ധത്തിലൂടെയായിരുന്നു. പ്ലാസി ബെക്സാർ കലാപം, പ്ലാസി യുദ്ധവും ബെക്സാർ കലാപത്തിലൂടെയും, പ്ലാസി യുദ്ധത്തിലൂടെയും ബെക്സാർ കലാപത്തിലൂടെയും അവർ ബംഗാൾ എന്ന മേഖല അവരുടെ ബംഗാൾ എന്ന മേഖലയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ബംഗാൾ എന്ന മേഖലയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ബംഗാൾ എന്ന മേഖലയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു. ബംഗാൾ എന്ന മേഖലയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ഇത്രയും സംസ്ഥാനങ്ങളും അതുപോലെ നമ്മുടെ ബംഗ്ലാദേശും ഒക്കെ ചേരുന്ന ബംഗാൾ എന്ന സ്ഥലത്തില് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അവരുടെ യുദ്ധം നടക്കുകയാണ്. പ്ലാസി യുദ്ധവും ബെക്സാർ കലാപത്തിലൂടെയും ഈ ബംഗാൾ എന്ന ഈ പ്രദേശം ആര് കൈക്കലാക്കുകയാണ്? അവിടെ ആരാധിപത്യം സ്ഥാപിക്കുകയാണ്? ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ മെയിനായിട്ട് അവർ യുദ്ധം ചെയ്താണ് പലയിടത്തും ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ ഈ പ്ലാസി ബെക്സാർ യുദ്ധത്തിലൂടെ അവർ ഏത് സ്ഥലമാണ് അവര് ആധിപത്യം സ്ഥാപിച്ചത്? ഏത് സ്ഥലമാണ് അവർ കൈക്കലാക്കിയത്? ബംഗാളാണ്. ഈ പ്ലാസി ബെക്സാർ യുദ്ധത്തിലൂടെ അവർ ബംഗാൾ കൈക്കലാക്കുകയാണ്. ബംഗാൾ കൈക്കലാക്കുകയാണ് എന്നുള്ളതാണ്. സംഭവം സെറ്റാണോ? അപ്പൊ നമ്മുടെ ബംഗാൾ ആര് ആധിപത്യം സ്ഥാപിക്കുന്നു? ബ്രിട്ടീഷുകാര് ആധിപത്യം സ്ഥാപിക്കുന്നു. അപ്പോ നമ്മുടെ ഇന്ത്യയില് നമ്മുടെ കേരളം എവിടെയാണ്? ഇവിടെയായിട്ട് നമ്മുടെ കേരളമുണ്ട്. അപ്പൊ അന്ന് കേരളം എന്നൊന്നും അല്ല, അന്ന് ഡിവിഷനാണ് അല്ലേ? ഇവിടെ കേരളമുണ്ട്. അപ്പൊ കേരളം എന്നാണോ അന്ന്? അല്ല, അന്ന് കേരളം എന്നൊന്നുമല്ല. അന്ന് എന്താണ്? വേനാട്, ഇത്രയും ഭാഗം വേനാട്, പിന്നെന്താണ് ഇത്രയും ഭാഗം കൊച്ചിയുണ്ട്, പിന്നെ നമ്മുടെ കോഴിക്കോട്, അതോടൊപ്പം തന്നെ കോലത്തുനാട്, അതെല്ലാം കൂടെ നമുക്ക് മലബാർ മേഖലയുണ്ട്. ഇവിടെ മലബാർ മേഖലയുണ്ട്. അപ്പൊ ഇങ്ങനെയായിരുന്നു. അന്ന് കേരളമല്ല, അന്നിങ്ങനെ ഡിവിഷനായിട്ട് ഇവിടെ താഴെ വേനാടുണ്ട്, കൊച്ചിയുണ്ട്, പിന്നെ മലബാർ മേഖലകളുണ്ട്. അങ്ങനെയായിരുന്നു നമ്മുടെ കേരളം. ഇന്നത്തെ കേരളം പണ്ട് അങ്ങനെയായിരുന്നു. ഈ കേരളത്തിന് മുകളിലായിട്ട്
കേരളത്തിന് മുകളിലായിട്ട് ദാ ഇവിടെ ആയിട്ടൊരു സ്ഥലമുണ്ട്, അതാണ് എന്നെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ കഥയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ മുകളിലായിട്ട് ദാ ഇത്രയും സ്ഥലമുണ്ട്. കേരളത്തിന് മുകളിലായി ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ സ്ഥലമാണ് എന്നെന്ന് പറയുന്നത് മൈസൂർ എന്ന് പറയുന്നത് സ്ഥലമാണ് മൈസൂർ. ഒരു കഥ പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ കേരളത്തിന്റെ മുകളിലായിട്ട് മൈസൂർ ഉണ്ട്. അപ്പോൾ മൈസൂരില് അന്നത്തെ മൈസൂർ ചക്രവർത്തി, രണ്ട് മൈസൂർ ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ മൈസൂർ രാജാവ്, രണ്ട് രാജാക്കന്മാരാണ് മൈസൂരിൽ ഉണ്ടായിരുന്നത്. നമ്മൾ അതിവിടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹൈദർ അലിയും ടിപ്പു സുൽത്താനുമാണ് രണ്ട് മൈസൂർ രാജാക്കന്മാർ. അപ്പൊ ഈ മൈസൂർ രാജാക്കന്മാർക്ക് മലബാർ മേഖലയിൽ നികുതി അവകാശം ഉണ്ടായിരുന്നു. മലബാർ മേഖലയിൽ നികുതി അവകാശം ഉണ്ടായിരുന്നു. അതായത് മലബാർ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ എന്താണ് നികുതി അവകാശം. നികുതി അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൈസൂർ രാജാക്കന്മാര് മലബാറിലെത്തി അവിടുത്തെ രാജാക്കന്മാരിൽ നിന്ന് പണം കൈക്കലാക്കും, പണം പിരിക്കും അല്ലേ? അതിനുള്ള അവകാശം മൈസൂർ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. കാരണം മലബാർ മേഖലയിലുള്ള ആളുകൾക്ക് മൈസൂർ രാജാക്കന്മാരെ ഭയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൈസൂർ രാജാക്കന്മാർക്ക് നികുതി അവകാശം ഉണ്ടായിരുന്നു. എവിടെ? മലബാർ മേഖലയിൽ നികുതി അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ നോക്കിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എന്ത് വേണം? മൈസൂർ മേഖല എന്താണ് മുഴുവനായിട്ടും ബ്രിട്ടീഷുകാർക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കണം അല്ലേ? അപ്പൊ അതിനായിട്ട് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? യുദ്ധമാണ് അവർ ചെയ്തത്. യുദ്ധം ചെയ്തു. എന്ത് യുദ്ധമാണ് ചെയ്തത്? 4 മൈസൂർ കലാപങ്ങളാണ് നടന്നത്. 1-ാം മൈസൂർ കലാപം, 2-ാം മൈസൂർ കലാപം, 3-ാം മൈസൂർ കലാപം, 4-ാം മൈസൂർ കലാപം. അങ്ങനെ 4 മൈസൂർ കലാപങ്ങൾ നടക്കുകയാണ്. 4 മൈസൂർ കലാപങ്ങൾ നടക്കുന്നു. അങ്ങനെ 4 മൈസൂർ കലാപത്തിലൂടെ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുകയാണ്. ആ ശ്രീരംഗപട്ടണം ഉടമ്പടി, ഇത് എന്താ സാറേ ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ പ്ലാസി ബെക്സാറൂത്ത് നമ്മൾ പഠിച്ചില്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ജസ്റ്റ് അത് എന്തായിരുന്നു, അത് ഏത് മേഖലയിൽ അതിലൂടെ അവർ ആധിപത്യം സ്ഥാപിച്ചു എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഇവിടെ ഞാൻ സ്റ്റേറ്റ്മെന്റ് രൂപേണ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രിട്ടീഷുകാര് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാനായി അവര് 4 മൈസൂർ കലാപങ്ങളാണ്. അതില് 3-ാം മൈസൂർ കലാപം അവസാനിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമായിരുന്നു? 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി. 1792 അപ്പൊ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് 3-ാം മൈസൂർ കലാപം അവസാനിച്ചത്. അപ്പോൾ ഈ മൈസൂർ രാജാക്കന്മാര് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മൈസൂർ രാജാക്കന്മാര് 2 പേരായിരുന്നു. ഒന്ന് ഹൈദർ അലി, ടിപ്പു സുൽത്താൻ. അപ്പൊ ഹൈദർ അലിയും മൈസൂർ രാജാവ്, ടിപ്പു സുൽത്താൻ എന്ന 2 രാജാക്കന്മാര്. എന്നീ രാജാക്കന്മാർക്ക് മലബാർ മേഖലകളിൽ നികുതി അവകാശം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയത്. ഈ 2 രാജാക്കന്മാർക്ക് മലബാർ മേഖലകളിൽ എന്താണ് നികുതി അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ അവിടെ യുദ്ധം ചെയ്യുകയാണ്. മൈസൂർ യുദ്ധം, മൈസൂർ കലാപം അവിടെ ഉണ്ടാവുകയാണ്. 4 മൈസൂർ കലാപം ഉണ്ടാവുകയാണ്. അപ്പൊ അതില് 3-ാം മൈസൂർ കലാപത്തിന്റെ അവസാനത്തോടെ ശ്രീരംഗപട്ടണ ഉടമ്പടി വരികയാണ്. ആ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാർ, കൂർഗ്, ബാരമഹിൽ മേഖല ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഒരു ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലേ, അത് എപ്പോഴാണ് വരുന്നത്? 1792 ശരിക്കും പറയുകയാണെങ്കിൽ 3-ാം മൈസൂർ കലാപം അവസാനത്തോടെ 3-ാം മൈസൂർ കലാപം അവസാനിക്കുന്നതോടെ ശ്രീരംഗപട്ടണം ഉടമ്പടി വരികയാണ്. ആ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ഈ മലബാർ മേഖലയും മലബാർ, കൂർഗ്, ബാരമഹിൽ എന്നീ മേഖലകൾ ബ്രിട്ടീഷുകാർ കൈക്കലാക്കുകയാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വരികയാണ് മൈസൂർ രാജാക്കന്മാർക്ക്. അങ്ങനെ 4-ാം മൈസൂർ കലാപം 1799 ടിപ്പുവിനെ ബ്രിട്ടീഷുകാർ വധിച്ചു. അതായത് 1799 ടിപ്പുവിനെ വധിക്കുകയാണ് ആര്? ബ്രിട്ടീഷുകാര്.
അപ്പോൾ എന്താ, ടിപ്പുവിനെ വധിച്ചതോടെ മലബാർ അടക്കമുള്ള എല്ലാ മേഖലകളും, മൈസൂർ എല്ലാ മേഖലകളും എന്താണ്, ബ്രിട്ടീഷിന്റെ കൈവശമാവുകയാണ്. അവിടെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പൊ ഇത് ഞാനിപ്പോ ജസ്റ്റ് ഒരു ബേസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 1792 ശ്രീരംഗപട്ടണം, 1799 മൈസൂർ നമ്മുടെ ടിപ്പു സുൽത്താനെ വധിച്ചു. ആ ടിപ്പു സുൽത്താനെ വധിച്ചതോടുകൂടി ആ എല്ലാ മേഖലയും, മൈസൂർ മേഖലയും പൂർണ്ണമായിട്ടും അവിടുത്തെ ആധിപത്യം ആരിലേക്ക് എത്തുകയാണ്, ബ്രിട്ടീഷുകാരിലേക്ക് എത്തുകയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയും, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ മൈസൂരും ആരുടെ കയ്യിലാകുകയാണ്, അങ്ങനെ മൈസൂരും ആരുടെ കയ്യിലാകുകയാണ്, ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയാണ്. അവിടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരികയാണ്. ഇപ്പൊ ഈ മൈസൂർ എന്ന മേഖല, അവിടെ ആധിപത്യം സ്ഥാപിക്കാനായി ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്, മൈസൂർ കലാപം അല്ലെ, മൈസൂർ കലാപം നടന്നു. ഒന്നാം മൈസൂർ കലാപം, രണ്ടാം മൈസൂർ കലാപം, മൂന്നാം മൈസൂർ കലാപത്തിന്റെ അവസാനത്തോടെ ശ്രീരംഗപട്ടണം ഉടമ്പടി വരികയാണ്. അതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 എന്ന് മാത്രം പഠിക്കുക. അപ്പൊ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം എന്താണ്, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം എന്താണ്, മലബാർ, കൂർഗ്, ബാരമഹിൽ അടക്കമുള്ള മേഖലകൾ ആർക്ക് സ്വന്തമാവുകയാണ്, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയാണ്. തുടർന്ന് എന്താണ്, 1799 2 വർഷങ്ങൾ ഇവിടെ പഠിക്കണം. 1792 1799. 1799 എന്താണ്, ടിപ്പു സുൽത്താനെ വധിച്ചു. അതോടുകൂടി മുഴുവൻ എന്താണ്, നമ്മുടെ മൈസൂർ മേഖലയും ആരുടെ കൈക്കലാക്കി, പൂർണ്ണ അധികാരം ആരുടെ അടുത്തേക്ക് വന്നു, ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണ അധികാരം അതിലേക്ക് ലഭിക്കുകയാണ്. അങ്ങനെ മൈസൂരും ആരുടെ കൈവശമായി, ബ്രിട്ടീഷുകാരുടെ കൈവശമായി എന്നുള്ളതാണ്. റെഡിയാണോ? റെഡി? യെസ്. അപ്പോൾ നമ്മുടെ മൈസൂരും ബ്രിട്ടീഷുകാരുടെ കൈക്കലാക്കി. അപ്പൊ നോക്കൂ, ഇത്രയും മേഖല, അതായത് ഇത്രയും മേഖല, ബംഗാൾ മേഖലകൾ മുഴുവനും, ഈ ഒരു മേഖല മുഴുവനും ആരുടെ കയ്യിലായി, ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇവിടെ നമ്മുടെ കേരളമുണ്ട്, കേരളമല്ല അന്ന് ഞാൻ പറഞ്ഞു, അന്ന് വേനാട്, കൊച്ചി, മലബാർ മേഖല. അപ്പൊ അതിന്റെ തൊട്ടു മുകളിലുള്ള മൈസൂർ മേഖല. അപ്പൊ ഈ മൈസൂർ മേഖലയും മലബാർ, കൂർഗ്, ബാരമഹൽ എല്ലാ മേഖലയും ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയാണ്. റെഡിയാണല്ലോ? ഇത്രയും മനസ്സിലായോടാ? ഇത്രയും മനസ്സിലായി എങ്കിൽ വേഗം എല്ലാവരും പറഞ്ഞോളൂ, ഇത്രയും മനസ്സിലായി. യെസ് 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 എന്ന് പറഞ്ഞോളൂ. ഇനിയും ഈ മൈസൂരിന്റെ തൊട്ടു മുകളില് ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു മേഖലാസ്ഥലമുണ്ട്. ഇത് ഏതാണ് മേഖല എന്നറിയാമോ? മറാഠയാണ്. മറാഠ മേഖല. ഈ മറാഠ മേഖലയില് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എങ്ങനെയാ നടപ്പിലാകുന്നത്? ബ്രിട്ടീഷുകാര് മറാഠ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് മറാഠ യുദ്ധത്തിലൂടെയാണ്. അപ്പൊ മറാഠ കലാപത്തിലൂടെ നോക്കൂ, ഞാൻ ഇവിടെ എഴുതാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ പഠിക്കും. ഞാൻ ജസ്റ്റ് ബേസ് മാത്രം പറഞ്ഞു പോവാണേ. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കലാപവും വരുന്നുണ്ട്. അപ്പൊ മറാഠ കലാപം, ഈ മറാഠ കലാപത്തിലൂടെ മറാഠ മേഖലയും ഇത്രയും വരുന്ന മറാഠ മേഖലയും ആരുടെ കൈക്കലാകുകയാണ്? ഈ മറാഠ മേഖലയും ആരുടെ കൈക്കലാകുകയാണ്? ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയാണ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ മേഖല ബ്രിട്ടീഷുകാരുടെ കൈക്കലാണ്? ഇത്രയും ബംഗാൾ മേഖല മുഴുവനും, ആസാം, ബീഹാർ, ഇന്നത്തെ ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, പിന്നെ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയെ നമ്മൾ ബംഗാൾ മേഖല അല്ലെ, ബംഗാൾ എന്ന് പറഞ്ഞു. ബംഗാളാണ് ആദ്യം ആര് കൈക്കലാക്കുന്നത്? ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നത്. തുടർന്ന് നമ്മുടെ മലബാറും മൈസൂർ മേഖലയും ആരുടെ കൈക്കലാകുകയാണ്? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കൈക്കലാകുകയാണ്. അത് മൈസൂർ കലാപത്തിലൂടെയാണ്. 4 മൈസൂർ കലാപത്തിലൂടെയാണ്. 4 മൈസൂർ കലാപത്തിലൂടെ ആ മൈസൂർ മേഖലയും ഈ പറയുന്ന മൈസൂർ മേഖലയും ആരുടെ ആധിപത്യത്തിലാകുകയാണ്? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലാകുകയാണ്. ഇത്രയും മനസ്സിലായോടാ? ഇത്രയും മനസ്സിലായോ? റെഡിയല്ലേ? അപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ എന്താണ്, ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഓരോ സ്ഥലത്തും ആധിപത്യം സ്ഥാപിച്ചത് എന്നാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞത് അല്ലേടാ? യെസ്. ഇനിയും നോക്കൂ, ഇനിയും ഒരു മേഖലയുണ്ട്. ആ മേഖല എവിടെയാണ്? ഈ പറയുന്ന ഒരു മേഖല അല്ലെ, ഈ പറയുന്ന ഒരു മേഖലയുണ്ട്.
ഈ കാണുന്ന, ഞാനത് കൃത്യമായി വരച്ച് കാണിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു മേഖലയുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു മേഖലയുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഈ മേഖലയെ നമ്മൾ പറയുന്ന കർണാട്ടിക് മേഖല എന്നാണ് നമ്മൾ പറയുന്നത്. കർണാട്ടിക് മേഖല. ഈ മേഖലയെ നമ്മൾ പറയുന്നത് കർണാട്ടിക് മേഖല എന്നാണ് നമ്മൾ പറയുന്നത്. കർണാട്ടിക് മേഖല. നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഇപ്പോഴത്തെ കർണാടകയൊക്കെ ആയിരിക്കും ഈ കർണാട്ടിക് മേഖല. അല്ല, നമ്മുടെ തമിഴ്നാടും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും എല്ലാം കൂടെ യോജിച്ച ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കർണാട്ടിക് മേഖല എന്ന് പറയുന്നത്. തമിഴ്നാടും ആന്ധ്രാപ്രദേശും എല്ലാം കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് കർണാട്ടിക് മേഖല. അപ്പൊ ഈ കർണാട്ടിക് മേഖലയിൽ അവിടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും ഉണ്ടായിരുന്നു, ഫ്രഞ്ചുകാരുടെ ആധിപത്യവും ഉണ്ടായിരുന്നു. അതായത് ഈ കർണാട്ടിക് മേഖലയിൽ മദ്രാസ് എന്ന സ്ഥലം, ഇവിടെ മദ്രാസ് എന്ന സ്ഥലമുണ്ട്, മദ്രാസ്. ഈ മദ്രാസ് എന്ന സ്ഥലം ആരുടെ കൈക്കലായിരുന്നു? ആരുടെ ആധിപത്യത്തിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു ഈ മദ്രാസ് എന്ന സ്ഥലം. ഇനി ഇവിടെ കർണാട്ടിക് മേഖലയിൽ തന്നെ താഴെ എന്തുണ്ടായിരുന്നു? പോണ്ടിച്ചേരി ഉണ്ടായിരുന്നു. ഈ പോണ്ടിച്ചേരി ആരുടെ കൈവശത്തിലായിരുന്നു? പോണ്ടിച്ചേരി ഇവിടെയുണ്ട്. ഈ പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിലായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഫ്രഞ്ചുകാരായിരുന്നു അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ കർണാട്ടിക് മേഖലയിൽ തന്നെ മദ്രാസ് ബ്രിട്ടീഷുകാരുടെ കയ്യിലും പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ കയ്യിലുമായിരുന്നു. അങ്ങനെ അവിടെ എന്ത് നടക്കുകയാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുകയാണ്. അതായത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇവർ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതാണ് നമ്മുടെ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. കർണാട്ടിക് യുദ്ധം. ആ കർണാട്ടിക് യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു യുദ്ധം നടക്കുകയാണ്. കർണാട്ടിക് യുദ്ധം. ആ കർണാട്ടിക് യുദ്ധത്തിലൂടെ അത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യ മേഖലയായിട്ട് മാറുകയാണ്. മദ്രാസ് പ്രസിഡൻസി എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കും. അപ്പം ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മേഖല ഉണ്ടായിരുന്നത് കർണാട്ടിക് മേഖല. അത് കർണാടകയല്ല, തമിഴ്നാടും ആന്ധ്രാപ്രദേശും ചേരുന്ന ഒരു പ്രദേശമായിരുന്നു കർണാട്ടിക് മേഖല. അവിടെ മദ്രാസ് ബ്രിട്ടീഷുകാരുടെ കൈവശവും പോണ്ടിച്ചേരി ഫ്രഞ്ചുകാരുടെ കൈവശവുമായിരുന്നു. പിന്നീട് കർണാട്ടിക് യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ആ സ്ഥലം എത്തുകയാണ്. റെഡി ആയോ? ഇനിയും ഇതിൻ്റെ എല്ലാം നടുക്കുതാ ഇങ്ങനെ ഒരു സ്ഥലം കിടപ്പുണ്ട്. നിങ്ങൾ ആരും മറക്കരുത്. ഇവിടെ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ. ഈ സ്ഥലമാണ് ഹൈദരാബാദ്. എന്താണ്? ഹൈദരാബാദ്. അപ്പം ഇവിടെ എനിക്കിതിൽ എഴുതാൻ സ്ഥലമില്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഈ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈദരാബാദ് എന്ന് പറയുന്നത്, അല്ലേ? ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ഹൈദരാബാദ്. ഈ ഹൈദരാബാദ് ബ്രിട്ടീഷുകാര് കൈക്കലാക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം, ഹൈദരാബാദിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എങ്ങനെയായിരുന്നു? യുദ്ധത്തിലൂടെ ആയിരുന്നില്ല. ഹൈദരാബാദ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത് നിയമനിർമ്മാണത്തിലൂടെയാണ്. നിയമനിർമ്മാണത്തിലൂടെ തന്നെ അതിൽ തന്നെ സൈനിക സഹായ വ്യവസ്ഥ അനുസരിച്ചാണ് ഹൈദരാബാദ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നത്. നോക്കൂ, ഞാനിതാ ഇവിടെ ഒന്നുകൂടി പറയാം. അതായത് സൈനിക സഹായ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഹൈദരാബാദ് എന്ന സ്ഥലം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ എത്തുന്നത്. അവിടെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അവിടെ നിയമനിർമ്മാണത്തിലൂടെയാണ്, യുദ്ധത്തിലൂടെയല്ല, നിയമനിർമ്മാണത്തിലൂടെയാണ്. ആ നിയമനിർമ്മാണത്തിൽ തന്നെ ഏത് നിയമനിർമ്മാണമാണ്? വേഗം പറഞ്ഞേ, ഏത് നിയമനിർമ്മാണമാണ്? സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലാകുകയാണ്. സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ് എന്ന പ്രദേശം, ഈ പ്രദേശമാണ് നമ്മുടെ മാപ്പിലൊക്കെ വരുമ്പോൾ ഇവിടെയാണ്. ഇതും ആരുടെ കയ്യിൽ വരികയാണ്? നിയമനിർമ്മാണത്തിൽ തന്നെ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവിടെ വരികയാണ്, അല്ലേ?
അപ്പോൾ ഒട്ടുമിക്ക എല്ലാ മേഖലയും പിന്നെ ദാ ഇനിയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരാനുള്ള മേഖല എന്ന് പറഞ്ഞാൽ ഈ വടക്കേന്ത്യൻ മേഖലകളാണ് അല്ലേ, ഉത്തരേന്ത്യൻ മേഖലയാണ് എന്ത് നമ്മുടെ ഇനിയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വരാനുള്ളത്. അങ്ങനെ എന്താണ് 1857 ഒരു കലാപമൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും, ഇപ്പം നമ്മളത് പറയുന്നില്ല. 1887 ഒരു വലിയ കലാപമൊക്കെ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉത്തരേന്ത്യൻ മേഖലയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ എത്തുന്നത് എന്തിലൂടെയാണ്? ഈ ഉത്തരേന്ത്യൻ മേഖലയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ എത്തുന്നു എന്തിലൂടെ? നിയമനിർമ്മാണത്തിലൂടെ എത്തുകയാണ്. നിയമനിർമ്മാണത്തിലൂടെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ദത്തവകാശ നിരോധന നിയമം. അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഈ ഉത്തരേന്ത്യൻ മേഖലയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലൊട്ടാകെ ആരാധിപത്യം സ്ഥാപിക്കുകയാണ്? ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു, ഇന്ത്യയിൽ ഒട്ടാകെ ആധിപത്യം സ്ഥാപിച്ചതിൽ അവിടെ ഭൗമശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി നമ്മളിവിടെ നോക്കിക്കാണണം. ഭൗമശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി, അതെന്താന്ന് ഞാൻ പറയാമേ. അപ്പൊ നമ്മൾ ഇപ്പം പഠിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ്. യുദ്ധങ്ങളിലൂടെ അവർ ആധിപത്യം സ്ഥാപിച്ചു. പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെ അവർ ബംഗാൾ എന്ന സ്ഥലം ആധിപത്യം സ്ഥാപിക്കുകയാണ്. മൈസൂർ കലാപം, ഒന്നാം മൈസൂർ കലാപം, രണ്ടാം മൈസൂർ കലാപം, മൂന്നാം മൈസൂർ കലാപത്തിന്റെ അവസാനം മൂന്നാം മൈസൂർ കലാപത്തിന്റെ അവസാനം എന്താണ് നടക്കുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് 1792. അവിടെ നമ്മുടെ ഒട്ടുമിക്ക കൂർഗ്, മൈസൂർ, മലബാർ, കൂർഗ്, ബാരമഹൽ മേഖലകൾ ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിലാവുന്നു. തുടർന്ന് നമ്മുടെ ടിപ്പു സുൽത്താനെ വധിക്കുകയാണ്. അത് 1799. അപ്പം ആ മേഖല മുഴുവനും മൈസൂർ മേഖലയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ വരുന്നു. മറാഠ കലാപത്തിലൂടെ മറാഠ മേഖലയും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. പിന്നെ ഹൈദരാബാദ് ഉണ്ട്. പിന്നെ നമ്മുടെ കർണാട്ടിക് മേഖലയുണ്ട്. കർണാട്ടിക് മേഖല നമ്മുടെ കർണാട്ടിക് യുദ്ധത്തിലൂടെയാണ്. ഹൈദരാബാദ് പിടിച്ചെടുക്കുന്നത് യുദ്ധത്തിലൂടെയല്ല, നിയമനിർമ്മാണത്തിലൂടെയാണ്. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ് ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുകയാണ്. ഹൈദരാബാദ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഉത്തരേന്ത്യൻ മേഖലകളെല്ലാം ബ്രിട്ടീഷുകാരുടെ കൈപ്പിടയിലാകുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ ആകുകയാണ്. റെഡിയാണല്ലോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇത്രയും വരച്ചു പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു കഥ പോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത്, ഒരിക്കലും നിങ്ങൾ വിചാരിക്കല്ല് ഇതെല്ലാം പറഞ്ഞു ഇനി ഇത് പറയില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മളിപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരുമിച്ചങ്ങ് പറഞ്ഞു. എല്ലാം ഒരുമിച്ചൊന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ഇനി നമ്മളിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അടുത്ത് വരും ക്ലാസ്സുകളിൽ. എന്താണ് ഒന്നാം മൈസൂർ കലാപം, അതെല്ലാം നമ്മൾ സ്പെഷ്യലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ എല്ലാം കൂടി ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിച്ചാണ്. അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒറ്റ സ്ലൈഡിലുണ്ട്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അധികാരത്തിലേക്ക് എത്തുന്ന രണ്ട് രീതികളാണ്. ഒന്ന് യുദ്ധങ്ങൾ വഴിയും ഒന്ന് നിയമനിർമ്മാണങ്ങൾ വഴിയും. യുദ്ധങ്ങളിലൂടെ പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെ ബംഗാൾ അവര് കീഴടക്കുകയാണ്. മൈസൂർ യുദ്ധങ്ങൾ, ഒന്നാം മൈസൂർ കലാപം, രണ്ടാം മൈസൂർ കലാപം, മൂന്നാം മൈസൂർ കലാപത്തിലൂടെ മലബാർ, കൂർഗ്, ബാരമഹൽ മേഖലകൾ അവര് സ്വന്തമാക്കുകയാണ്. മറാഠ യുദ്ധങ്ങളിലൂടെ മറാഠ അവര് കൈക്കലാക്കുന്നു. പിന്നെ സൈനിക സഹായം, പിന്നെ രണ്ടാമത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിക്കാനായി അവർ രണ്ടാമത് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. അതിൽ സൈനിക സഹായ വ്യവസ്ഥയിലൂടെ അവര് എവിടെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്? ഹൈദരാബാദ്, തഞ്ചാവൂര് മേഖലകളിലാണ്. പിന്നെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ഝാൻസി, സത്താറ, നാഗ്പൂർ മേഖലകൾ അതായത് ഉത്തരേന്ത്യൻ മേഖലകൾ അവര് കൈക്കലാക്കുകയാണ്. അങ്ങനെ ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ്. ഈ കീഴടക്കിയ ഓരോ മേഖലകളുണ്ടല്ലോ, ആ ഓരോ മേഖലകളിലും ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഭൗമശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി നമ്മൾ നോക്കിക്കാണണം. എന്താണ് ഈ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ?
എടാ ഒന്നാമത്തത് ഡെക്കാൻ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചു. 2 ഇന്ത്യയുടെ കാർഷിക മേഖല അതായത് ഉത്തര മഹാസമതല മേഖലയിലേക്ക് വ്യാപിച്ചു, അവരുടെ ആധിപത്യം വ്യാപിച്ചു. പിന്നെ തുറമുഖ സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചു. അപ്പൊ ഇതുപോലെയുള്ള ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ, അതായത് ഡെക്കാൻ മേഖലയിൽ അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചു. ഇന്ത്യയിലെ കാർഷിക മേഖല എവിടെയാണ്? ഉത്തര മഹാസമതല മേഖലയിലേക്ക് അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. ഉത്തര മഹാസമതല മേഖല എന്ന് പറയുന്നത് എന്താണ്? എടാ ഇന്ത്യയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത നോക്കുമ്പോൾ ഏറ്റവും ഇന്ത്യയുടെ കാർഷിക മേഖലയാണ് ഉത്തര മഹാസമതല മേഖല. അവിടെയും ആധിപത്യം സ്ഥാപിച്ചു. പിന്നെ അവർക്ക് തുറമുഖ സൗകര്യങ്ങൾ ലഭിച്ചു. ഇതൊക്കെ എന്താണ്? അവർ ആധിപത്യം സ്ഥാപിക്കാനായിട്ട്, ഇന്ത്യയിൽ അവരുടെ ആധിപത്യം വ്യാപിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഭൗമശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കൂടി നമ്മൾ നോക്കിക്കാണണം. ഇനിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ അല്ലെങ്കിൽ അധികാര ശിലാകേന്ദ്രങ്ങൾ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രധാനപ്പെട്ട അധികാര ശിലാകേന്ദ്രങ്ങൾ 3 എണ്ണമാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നു. 3 അധികാര ശിലാകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കച്ചവട താവളങ്ങൾ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അവരുടെ കച്ചവട താവളങ്ങൾ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കച്ചവട താവളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മദ്രാസ് ആണ്, ഒന്ന് ബോംബെ, ഒന്ന് കൽക്കട്ട. ഇത് 3ഉം അവരുടെ കച്ചവട താവളങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കച്ചവട താവളങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് മദ്രാസ്, ബോംബെ, കൽക്കട്ട. മദ്രാസ്, വേഗം പറയടാ. യെസ്, മദ്രാസ്, ബോംബെ, കൽക്കട്ട. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇവര് ആധിപത്യം സ്ഥാപിച്ചത്, ഈ ബ്രിട്ടീഷുകാര്? അത് നമ്മൾ പറഞ്ഞില്ല, അതിനി നമ്മൾ പറയാൻ പോവാണ്. എങ്ങനെയാണ് മദ്രാസിലെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്? എങ്ങനെയാണ് ബോംബെയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്? എങ്ങനെയാണ് കൽക്കട്ടയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്? 1639 മദ്രാസിലെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നത്. ബോംബെയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് 1662 അപ്പൊ 1639 മദ്രാസിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. 1662 ബോംബെയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. 1698 കൽക്കട്ടയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത്? എങ്ങനെ? അല്ലെങ്കിൽ ഈ 3 സ്ഥലങ്ങൾ എങ്ങനെ അവരുടെ കച്ചവട താവളങ്ങളായി, എങ്ങനെ എന്നൊരു ചോദ്യം വരികയാണ്. അതിന് ഉത്തരമാണ് നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം നോക്കൂ. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രധാന കച്ചവട താവളങ്ങൾ 3 എണ്ണമായിരുന്നു. ഒന്ന് മദ്രാസ് ആണ്, ഒന്ന് ബോംബെ ആണ്, ഒന്ന് കൽക്കട്ടയാണ്. അപ്പൊ മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്, കൽക്കട്ടയുണ്ട്. മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്, കൽക്കട്ടയുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു 1639 മദ്രാസിൽ ബ്രിട്ടീഷ് ആധിപത്യം വരികയാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്കവരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് ബ്രിട്ടീഷുകാർക്ക് നൽകി. അതായത് ഈ മദ്രാസിന്റെ പ്രാദേശിക രാജാവായിരുന്നു പറയുന്നത് ദമർല വെങ്കടാദ്രി നായക. ആരായിരുന്നു? പേരൊക്കെ കുറച്ച് പ്രശ്നമാണ്. ഇതാ നോക്കൂ, ദമർല വെങ്കടാദ്രി നായക ആണ് കേട്ടോ. ദമർല വെങ്കടാദ്രി നായക അല്ലെ? അപ്പൊ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് ഇത് ബ്രിട്ടീഷുകാർക്ക് നൽകിയാണ്. എങ്ങനെയാണ്? അതായത് മദ്രാസ് തുറമുഖം, ആ മദ്രാസ് തുറമുഖത്തിന്റെ തുറമുഖം ഞാൻ നിങ്ങൾക്ക് നൽകാം. പക്ഷെ ആ തുറമുഖത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി എവിടെ ഏൽപ്പിക്കണം? രാജാവിന് ഏൽപ്പിക്കണം. നമ്മുടെ ദമർല വെങ്കടാദ്രി നായകയില് ഏൽപ്പിക്കണം. പ്രാദേശിക രാജാവാണ് ഞാൻ അല്ലെ മദ്രാസിന്റെ. ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദമർല വെങ്കടാദ്രി നായക പറഞ്ഞു, എന്താണ്, ഞാൻ ഇവിടുത്തെ പ്രാദേശിക രാജാവാണ്. അപ്പൊ മദ്രാസ് തുറമുഖം ഞാൻ നിങ്ങൾക്ക് തരാം, ബ്രിട്ടീഷുകാരെ ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെങ്കിൽ ഈ തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ പകുതി നിങ്ങൾ എനിക്ക് കൊണ്ട് തരണം.
അതായത് എന്താണ് ദമർല വെങ്കിടാദ്രി നായിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉടമ്പടിയോടുകൂടിയാണ് ഈ മദ്രാസ് ആർക്ക് നൽകുന്നത്, ബ്രിട്ടീഷുകാർക്ക് നൽകുന്നത് 1639. പിന്നീട് ദമർല വെങ്കിടാദ്രി നായികയുമില്ല, രാജാവുമില്ല, ഒന്നുമില്ല. അവിടെ പൂർണ്ണ അധികാരം ബ്രിട്ടീഷുകാർക്ക് വരികയാണ്. സംഭവം മനസ്സിലായോ? ഇനി എങ്ങനെയാ ബോംബെയിൽ ബ്രിട്ടീഷുകാരുടെ അധികാരം ലഭിച്ചത്? 1662 ബോംബെയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീനയെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് ഒന്നാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. പിന്നീട് ഈ പ്രദേശം കമ്പനിക്ക് കൈമാറി. അതായത് അവിടെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. 1662 പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറീന. അപ്പൊ ഈ പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറീനയെ ആര് വിവാഹം ചെയ്യുകയാണ്? പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറീനയെ ആര് വിവാഹം ചെയ്യുകയാണ്? ബ്രിട്ടീഷ് രാജാവായിട്ടുള്ള ചാൾസ് ഒന്നാമൻ വിവാഹം ചെയ്യുകയാണ്. അങ്ങനെ ചാൾസ് ഒന്നാമൻ ബ്രിട്ടീഷ് രാജാവ് പോർച്ചുഗീസ് രാജകുമാരിയായിട്ടുള്ള കാതറീനയെ വിവാഹം ചെയ്തപ്പോൾ ഒരു ഉപഹാരം, കാതറീനെ പോർച്ചുഗീസ് രാജകുമാരി വിവാഹം ചെയ്തല്ലോ എന്നതിന്റെ ഉപഹാരമായിട്ട് ഈ ബോംബെ എന്ന പ്രദേശം ആർക്ക് നൽകുകയാണ്? നമ്മുടെ ചാൾസ് ഒന്നാമൻ രാജാവിന് അങ്ങ് നൽകുകയാണ്. പിന്നീട് ആ സ്ഥലം നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും കൈമാറുകയാണ്. അങ്ങനെയാണ് ബോംബെ ആരുടെ അധികാരത്തിലെത്തുന്നത്? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലെത്തുന്നത്. ഇനിയും 1698 കൽക്കട്ടയിൽ ബ്രിട്ടീഷ് ആധിപത്യം എത്തുന്നത്. അവിടെ 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ, സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. അപ്പൊ ഈ 3 സ്ഥലങ്ങൾക്കും അല്ലെങ്കിൽ ഈ 3 ഗ്രാമങ്ങൾക്കും ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയുകയാണ്. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. അപ്പൊ ഈ സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 സ്ഥലങ്ങളിലായിട്ട് ഈ 3 ഗ്രാമങ്ങൾക്കും ചുറ്റും ബ്രിട്ടീഷുകാർ ഒരു കോട്ട പണിയുകയാണ്. ആ കോട്ടയാണ് വില്യം കോട്ട. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു കോട്ട, വില്യം കോട്ട പണിതു. പിന്നീട് ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അങ്ങനെ അതും ബ്രിട്ടീഷുകാരുടെ കൈക്കലാവുകയാണ്. റെഡിയാണല്ലോ? അപ്പൊ അങ്ങനെ 3 മേഖലയും ഈ രീതിയിലൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ കൈക്കലാവുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ബ്രിട്ടീഷ് ആധിപത്യമാണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്. അതില് ബ്രിട്ടീഷ് എങ്ങനെയാണ് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചത് നമ്മൾ പറഞ്ഞു. ഒന്ന് യുദ്ധങ്ങൾ വഴിയും ഒന്ന് നിയമനിർമ്മാണത്തിലൂടെയാണ്. യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെ ബംഗാൾ ആദ്യമായി ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത് ബംഗാളിലൂടെയാണ്. ഇത് പ്ലാസി ബക്സാർ യുദ്ധത്തിലൂടെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ മൈസൂർ കലാപത്തിലൂടെ മൈസൂർ മേഖലയും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ എത്തുന്നു. അത് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മറാഠ യുദ്ധത്തിലൂടെ മറാഠ മേഖലകൾ ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ എത്തുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ നിയമനിർമ്മാണം, അതിൽ സൈനിക സഹായ വ്യവസ്ഥ എന്ന നിയമനിർമ്മാണത്തിലൂടെ നമ്മൾക്ക് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ എത്തുന്നത് ഹൈദരാബാദ്. പിന്നീട് ദത്തവകാശ നിരോധന നിയമം വഴി ഉത്തരേന്ത്യൻ മേഖലയിൽ നാഗ്പൂർ പോലുള്ള മേഖലയും ആരുടെ ആധിപത്യത്തിലെത്തുന്നു? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലെത്തുന്നു. പിന്നെ ബ്രിട്ടീഷുകാരുടെ കച്ചവട കേന്ദ്രം, കച്ചവട താവളങ്ങൾ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കച്ചവട താവളങ്ങൾ 3 എണ്ണമാണ്. മദ്രാസ്, ബോംബെ, കൽക്കട്ട. ആ മദ്രാസ്, ബോംബെ, കൽക്കട്ട എങ്ങനെ അവരുടെ കൈകളിലെത്തി എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് കൈകളിലെത്തിയത്? മെയിനായിട്ട് മദ്രാസ് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അന്നത്തെ പ്രാദേശിക രാജാവ് പറഞ്ഞു, എന്താണ്, നമ്മുടെ മദ്രാസ് തുറമുഖം നിങ്ങൾക്ക് തരാം, പക്ഷെ അതിന്റെ പകുതി വരുമാനം ഞങ്ങൾക്ക് എത്തിക്കണം. ആ ഒരു ഉടമ്പടി പ്രകാരമാണ് മദ്രാസ് നൽകുന്നത്. പക്ഷെ പിന്നീട് രാജാവുമില്ല, ഒന്നുമില്ല. രാജാവിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞു. ദമർല വെങ്കിടാദ്രി നായക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് ദമർല വെങ്കിടാദ്രി നായകയൊന്നും അവിടെ കണ്ടില്ല. പിന്നീട് മുഴുവൻ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. പിന്നീട് നമ്മുടെ ബോംബെ എങ്ങനെയാണ്?
എടാ ബോംബെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോർച്ചുഗീസ് രാജകുമാരി ഉണ്ടായിരുന്നു കാതറീനെ ആര് വിവാഹം ചെയ്തു? ബ്രിട്ടീഷ് രാജകുമാരനായിട്ടുള്ള ചാൾസ് ഒന്നാമൻ. അപ്പോൾ ഉപഹാരമായിട്ട് വിവാഹം ചെയ്തതിനെ തുടർന്ന് ഉപഹാരമായിട്ട് ബോംബെ എന്ന സ്ഥലം തന്നെ അദ്ദേഹത്തിന് നൽകി. പിന്നീട് ആ സ്ഥലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് എഴുതി നൽകി. പിന്നെ കൽക്കട്ട അല്ലേ, ഇക്കയായിപ്പോയി. കൽക്കട്ടയുടെ കേസ് പറയുകയാണെങ്കിൽ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷ് കോട്ട പണിയുകയാണ്. ഏതാണ് കോട്ട? സുധനത, കാലിക്കട്ട, ഗോവിന്ദപൂർ. അപ്പൊ സുധനത, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 സ്ഥലങ്ങളിൽ ഈ 3 ഗ്രാമങ്ങൾ ഗോവിന്ദപൂർ ഇതിനു ചുറ്റും ബ്രിട്ടീഷുകാർ കോട്ട പണിയുകയാണ്. അതാണ് വില്യം കോട്ട. ആ വില്യം കോട്ട പണിതു. തുടർന്ന് എന്താണ് ക്രമേണ ഇതാരുടെ സ്വന്തമാകുകയാണ്? ബ്രിട്ടീഷ് അവരുടെ ആധിപത്യത്തിൽ എത്തുകയാണ്. അതാണ് സംഭവം. അങ്ങനെ ഈ 3 കച്ചവട താവളങ്ങളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അതെങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ മദ്രാസിന്റെ ആ പ്രാദേശിക രാജാവിന്റെ പേര് പഠിച്ചിരിക്കണേ. ദമർല വെങ്കിടാദ്രി നായക. റെഡിയാണല്ലോ, സെറ്റായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആകേണ്ട. നമ്മളിത് വീണ്ടും 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 നമ്മൾ പറയും. ഈ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല, ഒരു യുദ്ധം പോലും നമ്മൾ പഠിച്ചിട്ടില്ല. ജസ്റ്റ് ഞാൻ ഈ യുദ്ധം വഴി ഈ സ്ഥലം ബ്രിട്ടീഷുകാർ ആധിപത്യത്തിലെത്തി, അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥയിലൂടെ ഈ സ്ഥലം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലെത്തി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോ കലാപങ്ങളും യുദ്ധങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നമ്മൾ മൈസൂർ കലാപം പറഞ്ഞ 4 മൈസൂർ കലാപമുണ്ട്. അതിൽ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം 1792. അപ്പം നിങ്ങൾക്ക് അറിയില്ല ശ്രീരംഗപട്ടണ ഉടമ്പടി എന്താണെന്ന്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, എന്താണ് സംഭവം എന്നൊരു ഔട്ട്ലൈൻ മാത്രമാണ് തന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.